ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് കുഞ്ഞ് ഹെഡ് ഡൗൺ പൊസിഷനിലേക്ക് ആവാനായിട്ട് ഗർഭിണികൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, അത് ഇതിനു മുമ്പ് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ഹെഡ് ഡൗൺ ആവാത്തതിൻ്റെ കാരണം എന്താണ്, അല്ലെങ്കിൽ അതിനെ പറ്റിയ എക്സസൈസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതും മറ്റ് 2-3 കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് ടിപ്സാണ് ഹെഡ് ഡൗൺ പൊസിഷനിലേക്ക് കുഞ്ഞ് എത്താൻ വേണ്ടിയിട്ട്. ഹെഡ് ഡൗൺ പൊസിഷനിലായില്ലെങ്കിൽ നമുക്ക് നോർമൽ ഡെലിവറി നടക്കാൻ പറ്റില്ല, കാരണം C-സെക്ഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഹെഡ് ഡൗൺ പൊസിഷനിലേക്ക് ആവാം എന്നുള്ളതാണ് ഈ പറയുന്നത്. അപ്പോൾ വീഡിയോ മുഴുവൻ ചെയ്യാതെ കാണുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ആദ്യമായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ, ഒരു കാര്യം പറയാൻ മറന്നുപോയി, ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ചിലർക്ക് സെക്കൻഡ് ഡെലിവറി ആണെങ്കിൽ ചിലപ്പോൾ 2-3 ദിവസം മുമ്പോ ആഴ്ചയ്ക്ക് മുമ്പൊക്കെ ആയിരിക്കും ഹെഡ് ഡൗൺ ആവുന്നത്. ഫസ്റ്റ് ഡെലിവറിക്കാണ് കുറച്ചും കൂടെ ആദ്യം ആവാറ്. പിന്നെ ഓരോരുത്തരുടെ കാര്യം ഡിഫറെൻ്റ് ആണ്. ചിലവർക്ക് ലാസ്റ്റ് നിമിഷത്തിലായിരിക്കും ഹെഡ് ഡൗൺ പൊസിഷനിലേക്ക് ആവുന്നത്. ഫസ്റ്റ് ഡെലിവറി ആണെങ്കിലാണ് പിന്നെ കുറച്ചും കൂടെ നേരത്തെ ആകാറുള്ളത്. ഇന്ന് ഹെൽത്തി പ്രഗ്നൻസി ആണെങ്കിൽ കുഞ്ഞ് ഹെഡ് ഡൗൺ ആവാൻ വേണ്ടി അമ്മയ്ക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. അതിൽ ഒന്നാമതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കാം. വൈകിട്ടൊക്കെ കുളിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നിങ്ങൾ കിടക്കുന്നതിന് മുന്നേക്കെ ആയിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് മേല് കഴുകുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വയറിൻ്റെ ആ ഭാഗം വെള്ളമൊഴിച്ചിടുക. അപ്പം ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ മസിലുകൾക്കൊക്കെ ഒരു റിലാക്സേഷൻ കിട്ടും, ഒരു അയവ് വരും. അപ്പം കുഞ്ഞിനെ ഹെഡ് ഡൗൺ പൊസിഷനിലേക്ക് ആവാനുള്ളൊരു ചാൻസ് ഈ ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതുകൊണ്ടുണ്ട്. അതുപോലെ തന്നെ ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഡെലിവറി ഈസി ആയിട്ട് നടക്കാനും ഹെൽപ്ഫുൾ ആവുന്ന ഒരു ടിപ്പാണ് ഈ ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുക എന്നുള്ളത്. രാവിലെയും വൈകിട്ടും നിങ്ങൾക്ക് കുളിക്കാം. പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് വാക്കിംഗ് ആണ്, ബ്രിസ്ക് വാക്കിംഗ്. അതായത് കൈ വീശി കാലകത്തി വെച്ച് നടക്കുക. പ്രഗ്നൻസി തുടക്കം മുതലേ നിങ്ങൾ നടക്കുന്ന കാര്യം ശീലിക്കണം. വേറെ കോംപ്ലിക്കേഷൻസോ റെസ്റ്റോ കാര്യങ്ങളോ ഒന്നും പറയാത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ എക്സസൈസ് ചെയ്യാം. ഇതുപോലെ നടക്കുന്നത് ആദ്യമൊക്കെ നിങ്ങൾക്ക് 15 മിനിറ്റ് നടക്കാം. പിന്നത്തെ മാസം മുതൽ അരമണിക്കൂർ, ലാസ്റ്റ് ട്രൈമസ്റ്റർ ഒക്കെ ആകുമ്പോൾ 1 മണിക്കൂറൊക്കെ നടക്കാനായിട്ട് നിങ്ങൾ ശീലിക്കുക. ആദ്യമൊക്കെ നടക്കുമ്പോൾ നമുക്ക് കാലിന് വേദന, മസിൽ ഒക്കെ ലൂസ് ആവുന്നതിൻ്റെ കാലിലെ വേദനയും ഒക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ നടന്നു വരുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ആ വേദനയൊക്കെ മാറി നമുക്ക് നടക്കാനായിട്ട് ഈസി ആകും. അപ്പം അങ്ങനെ നല്ല രീതിയിൽ നടക്കുന്നത് നോർമൽ ഡെലിവറിയെ സഹായിക്കാൻ ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്നൊരു കാര്യമാണ് ബ്രിസ്ക് വാക്കിംഗ് എന്ന് പറയുന്നത്. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മൂന്നാമത്തേന്ന് പറഞ്ഞാൽ സ്ക്വാട്ടിംഗ് എക്സസൈസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതായത് അറിയാമല്ലോ, സ്ക്വാട്ടിംഗ് പൊസിഷൻ ഞാനിവിടെ പിക്ചർ കൊടുക്കാം. അതാണ് സ്ക്വാട്ടിംഗ് പൊസിഷനിൽ ഇരുന്ന് എഴുന്നേൽക്കുക. അത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. നോർമൽ ഡെലിവറി നടക്കാൻ നിങ്ങളുടെ മസിൽസിന് സ്ട്രെങ്ത് കിട്ടാനും റിലാക്സ് ആവാനും അയവ് കിട്ടാനും ഒക്കെ നല്ലതാണ്. പിന്നെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ടോയ്ലറ്റ് യൂസ് ചെയ്യാം. അത് ഇന്ത്യൻ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഈ സ്ക്വാട്ടിംഗ് പൊസിഷനിലാണല്ലോ നമ്മൾ ഇന്ത്യൻ ടോയ്ലറ്റിൽ ഇരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇരിക്കുന്നത് നിങ്ങൾക്ക് നോർമൽ ഡെലിവറി നടക്കാൻ ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ കുഞ്ഞ് തല താഴേക്ക് വരാനും സഹായിക്കുന്ന ഒന്നാണ് ഈ പൊസിഷൻ. ഇന്ത്യൻ ടോയ്ലറ്റാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനൊരു കുഴപ്പമില്ല. തുടക്കം മുതലാണെങ്കിലും വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഡോക്ടർ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ത്യൻ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനത്തെ ഡീപ്പ് സ്ക്വാട്ട് എക്സസൈസ് ചെയ്യുക, സ്ക്വാട്ടിങ് ചെയ്യുക, ഇരുന്ന് എഴുന്നേൽക്കുക. ആ പൊസിഷനിൽ ഇരിക്കുന്നത് വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം കാണിക്കുന്ന ഈ സ്ക്വാട്ടിങ് പൊസിഷനിൽ ഇരുന്നിട്ട് തറ തുടയ്ക്കുക. അത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു ടിപ്പാണ്. അങ്ങനെ തുണി നനച്ച് പിഴിഞ്ഞ് തറ തുടയ്ക്കണം. ഈ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് തറ തുടയ്ക്കണം. അപ്പോൾ കുഞ്ഞ് ഹെഡ് ഡൗൺ ആയിട്ട് വരാനായിട്ട് വളരെ സഹായിക്കുന്നതാണ്. ഇപ്പം കുറച്ച് ദിവസം ഉള്ളൂ നിങ്ങളുടെ ഡെലിവറി ഡേറ്റിന് കുറച്ച് ദിവസം ഉള്ളെങ്കിൽ പോലും ഈ ഒരു എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഉപകാരം ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് കുഞ്ഞ് ഹെഡ് ഡൗൺ ആവാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നത്. ഈ റിലേറ്റഡ് ആയിട്ടുള്ള വേറെയും 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുപോലെ കുഞ്ഞ് താഴേക്ക് വന്നത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, സ്കാനിങ്ങിലൂടെയാണ് നമ്മൾ കുഞ്ഞിൻ്റെ പൊസിഷൻ അറിയുന്നത് അല്ലേ. അല്ലാതെ നമുക്ക് ചില ലക്ഷണങ്ങൾ വെച്ചിട്ടൊക്കെ എങ്ങനെയാണ് കുഞ്ഞ് ഹെഡ് ഡൗൺ ആയോ എന്നറിയാൻ പറ്റുന്നതെന്ന വീഡിയോ ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം, താല്പര്യമുള്ളവർ കാണുക. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.